നമസ്കാരം, എല്ലാവർക്കും എക്കോസിക്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കോസ്റ്റ് മൂന്നാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. കോസ്റ്റ് പാർട്ട് 1-ൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് എന്നിവയാണ് പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ പാർട്ട് 2-ൽ നമ്മൾ റിയൽ കോസ്റ്റ്, മണി കോസ്റ്റ്, സങ്ക് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് തുടങ്ങിയവയും പരിചയപ്പെട്ടു. ഇവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ പറഞ്ഞവ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാകാത്തവരുണ്ട് എങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മാർജിനൽ കോസ്റ്റ് എന്താണെന്നും മാർജിനൽ കോസ്റ്റ് കർവ് യു ഷേപ്ഡ് ആകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്സുമാണ്. മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. Marginal cost is the addition to the total cost caused by producing one more unit of output. അതായത് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുക. മാർജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ഇവിടെ ഡെൽറ്റ ടി സി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ക്യൂ എന്നത് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ചുമാണ്. നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ 100 സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് അതിന് ചിലവാകുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. നമ്മൾ സൈക്കിളിന്റെ പ്രൊഡക്ഷൻ 100-ൽ നിന്നും 101 ആയിട്ട് ഉയർത്തുന്നു. നമുക്ക് ഇപ്പോൾ ചിലവാകുന്ന ടോട്ടൽ കോസ്റ്റ് എന്നത് 15,500 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സ്ട്രാ ഉണ്ടാക്കുവാൻ ചിലവായ തുക എന്ന് പറയുന്നത് ഡെൽറ്റ ടി സി ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 15,000 മൈനസ് 15,500 ഡിവൈഡഡ് ബൈ 100 മൈനസ് 101 ഇസ് ഈക്വൽ ടു 500 ആണ്. റീസൺസ് ഫോർ ദി യു ഷേപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ്. ഇനി എന്തുകൊണ്ടാണ് മാർജിനൽ കോസ്റ്റ് കർവ് യു ഷേപ്ഡ് കർവ് ആയിരിക്കുന്നത് എന്ന് നോക്കാം. പ്രധാനമായും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആണ് മാർജിനൽ കോസ്റ്റ് കർവിന്റെ യു ഷേപ്പിന് കാരണം. അതുപോലെ തന്നെ നമുക്ക് മാർജിനൽ കോസ്റ്റ് കർവിന്റെ യു ഷേപ്പിന്റെ കാരണങ്ങൾ പഠിക്കുവാനായിട്ട് മാർജിനൽ കോസ്റ്റ് കർവിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഒന്ന് തിരിക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യു എ എന്നുള്ളതാണ്. ഗ്രാഫിൽ നോക്കുക, ഈ ഭാഗം റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. രണ്ടാമത്തെ പാർട്ട് എന്നത് മിനിമം പോയിന്റ് എ ആണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. മൂന്നാമത്തെ പാർട്ടായ എ ബി എന്നത് സൂചിപ്പിക്കുന്നത് ഡിക്രീസിംഗ് റിട്ടേൺസ് ഓഫ് ഫാക്ടർ ആണ്. ഇവ നമുക്ക് പുറകെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആണ് മാർജിനൽ കോസ്റ്റ് കർവിന്റെ യു ഷേപ്പിന് കാരണം എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്താണ് എന്ന് നോക്കാം. പ്രൊഫസർ സാമുവൽസന്റെ വാക്കുകളിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നത് an increase in some inputs relative to other fixed inputs will in a given state of technology cause output to increase, but after a point the extra output resulting from the same additions of extra inputs will become less and less. അതായത് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് വേരിയബിൾ ഫാക്ടേഴ്സ് കൂടുതലായി ഇൻപുട്ട് ചെയ്ത് പ്രൊഡക്ഷൻ കൂട്ടാൻ നോക്കുമ്പോൾ ആദ്യം ഔട്ട്പുട്ട് കൂടുകയും പിന്നീട് ഇതേ അളവിൽ നമ്മൾ പിന്നെയും വേരിയബിൾ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന് നമുക്ക് 10 ഏക്കർ ഭൂമി ഉണ്ട് എന്നിരിക്കട്ടെ. നമ്മൾ ഒരു ലേബറിനെ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പോൾ നമുക്ക് 20 കിലോ ഗോതമ്പ് കിട്ടുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 20 ആണ്. നമ്മൾ ലേബറിന്റെ എണ്ണം 1-ൽ നിന്നും 2 ആയി ഉയർത്തുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ 20-ൽ നിന്നും 50 കിലോ ആയിട്ട് ഉയരുന്നു. ആവറേജ് പ്രൊഡക്ഷൻ എന്നത് 50 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 25 ആണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? സെയിം ഫിക്സഡ് കോസ്റ്റിൽ നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ മുമ്പിലത്തേതിനെ അപേക്ഷിച്ച് കൂടി. ഇവിടെ മാർജിനൽ പ്രൊഡക്ഷൻ എത്രയാണ്? 30 ആണ്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് ഒരു ലേബറിനെ കൂടി ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ 50-ൽ നിന്നും 90 ആയി ഉയരുന്നു. ഇവിടെ ആവറേജ് പ്രൊഡക്ഷൻ എന്നത് 30 ആണ്. മാർജിനൽ പ്രൊഡക്ഷൻ 40-ഉമാണ്. നമ്മൾ നാലാമത് ഒരു ലേബറിനെ കൂടി ആഡ് ചെയ്താലോ?
ടോട്ടൽ പ്രൊഡക്ഷൻ 120ലേക്ക് ഉയരുന്നു. ആവറേജ് പ്രൊഡക്ഷൻ 30 തന്നെ നിൽക്കുന്നു. മാർജിനൽ പ്രൊഡക്ഷനും 30 ആവുന്നു. ഇവിടെ നമുക്ക് എന്താണ് കാണുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ആവറേജ് പ്രൊഡക്ഷനും മാർജിനൽ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും അവ കോൺസ്റ്റന്റ് ആയി മാറുന്നു. ഇനി നമ്മൾ അഞ്ചാമതായി ഒരു ലേബറിനെ കൂടി ആഡ് ചെയ്താലോ? നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 140 ഉയരുന്നു. ആവറേജ് പ്രൊഡക്ഷൻ 28 ആവുന്നു. ഇനി ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 60 ആയിരുന്നു. നമ്മൾ പ്രൊഡക്ഷൻ 2 ഉയർത്തുമ്പോഴോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 60 നിന്നും 70 ഉയരുന്നു. മാർജിനൽ കോസ്റ്റ് എന്നത് 60 മൈനസ് 70 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇസിക്കൽ ടു 10 ആണ്. നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്? ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. നമ്മൾ ഒരു യൂണിറ്റ് കൂടി എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് പ്രൊഡക്ഷൻ 2 നിന്നും 3 ഉയർത്തുന്നു. ഇവിടെ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്നത് 70 നിന്നും 76 ആയിട്ട് കൂടുന്നു. മാർജിനൽ കോസ്റ്റ് 6 കുറയുന്നു. 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ടോട്ടൽ കോസ്റ്റ് എന്നത് 78 ആണ്. മാർജിനൽ കോസ്റ്റ് എന്നത് 6 നിന്നും 2 കുറയുന്നു. 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ ടോട്ടൽ കോസ്റ്റ് 84 ആകുന്നു. അതുപോലെ മാർജിനൽ കോസ്റ്റ് 6 ഉയരുന്നു. 6 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലോ ടോട്ടൽ കോസ്റ്റ് 90 ആവുന്നു. മാർജിനൽ കോസ്റ്റ് 6 തന്നെ നിൽക്കുന്നു. പ്രൊഡക്ഷൻ 7 ഉയർത്തിയാലോ ടോട്ടൽ കോസ്റ്റ് 90 നിന്നും 108 ഉയരുന്നു. മാർജിനൽ കോസ്റ്റ് 6 നിന്നും 18 ഉയരുന്നു. പ്രൊഡക്ഷൻ 8 യൂണിറ്റിലേക്ക് നമ്മൾ വീണ്ടും ഉയർത്തുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 130 ആവുന്നു. മാർജിനൽ കോസ്റ്റ് 22 ഉയരുന്നു. ഇവിടെ ഗ്രാഫ് നോക്കുക. മാർജിനൽ കോസ്റ്റ് കർവിന്റെ ഫസ്റ്റ് പാർട്ട്, അതായത് യു എ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഗ്രാഫിനെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. പ്രധാനമായും 5 കാര്യങ്ങളിലാണ് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. When marginal cost falls, average cost also falls. When marginal cost rises, average cost also rises. Marginal cost stands equal to the average cost remains the same. Average cost and marginal cost can be calculated from total cost and use of marginal cost and average cost in price determination. Marginal cost falls, average cost also falls. When marginal cost rises, average cost also rises. Marginal cost stands equal to the average cost remains the same. അതായത് മാർജിനൽ കോസ്റ്റ് കുറയുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റും കുറയും. മാർജിനൽ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റും കൂടും. മാർജിനൽ കോസ്റ്റ് തുല്യമാകുന്ന അവസരങ്ങളിൽ ആവറേജ് കോസ്റ്റും തുല്യമാകും. ഈ 3 റിലേഷനും കൂടി നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? ഗ്രാഫും ടേബിളും ശ്രദ്ധിക്കുക. ഇവിടെ മാർജിനൽ കോസ്റ്റ് കുറയുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റും കുറയുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെ താഴേക്ക് വലിക്കുന്നു. ഗ്രാഫിൽ BE, AE എന്നീ പാർട്ടുകൾ ശ്രദ്ധിക്കുക. നോക്കുക, മാർജിനൽ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ആവറേജ് കോസ്റ്റും കൂടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെ മുകളിലേക്ക് വലിക്കുന്നു. ഗ്രാഫിൽ EC, ED എന്നീ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് തുല്യമാകുന്ന അവസരത്തിൽ ആവറേജ് കോസ്റ്റും തുല്യമാകുന്നു. അതായത് മാർജിനൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റിനെ ഹൊറിസോണ്ടലി പുള്ള് ചെയ്യുന്നു. ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ടോട്ടൽ കോസ്റ്റ്. അതായത് ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുവാൻ സാധിക്കും. ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ കോസ്റ്റിനെ ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടുക. അതായത് AC is equal to TC divided by Q. നമുക്ക് ഒരു ഉദാഹരണം നോക്കിയാലോ? 5 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ 50 രൂപ ചെലവാകുന്നുണ്ട് എങ്കിൽ ആവറേജ് കോസ്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ചെലവാകുന്ന തുക എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ 5 is equal to 10 ആണ്. ഇതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MC is equal to ഡെൽറ്റ TC ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q ആണ്. ഡെൽറ്റ TC എന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ആണ്.
ഡെൽറ്റ ക്യൂ എന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയുമാണ്. ഉദാഹരണത്തിന് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാൻ നമുക്ക് ചിലവാകുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൂടി അഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 28 ആവുന്നു. ഇവിടെ നമ്മുടെ മാർജിനൽ കോസ്റ്റ് എന്നത് 15 മൈനസ് 28 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു 13 ആണ്. യൂസ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ് ഇൻ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയുവാനായിട്ട് നമുക്ക് ആവറേജ് കോസ്റ്റും ഉപയോഗിക്കാം. എങ്ങനെ? മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും തുല്യമാകുന്നത് ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിലാണോ അതിനെ നമുക്ക് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂവും തുല്യമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് ആവും ഏൺ ചെയ്യുക. ഒരു ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എപ്പോഴാണ് ഏൺ ചെയ്യുക? ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റിനേക്കാളും കൂടുതൽ ആയിരിക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാളും കുറവാണ് എങ്കിലോ ഫേം നഷ്ടത്തിലായിരിക്കും പ്രവർത്തിക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫേമിന് പ്രൈസ് ഡിറ്റർമിനേഷൻ നടത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട മാർജിനൽ കോസ്റ്റ്, റീസൺസ് ടു യു ഷേപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ ആൻഡ് ആവറേജ് കോസ്റ്റ് തുടങ്ങിയവ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ പഠനത്തിന് ഉപകാരം ആകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.